ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു ടേബിൾ സോ മെഷീനായിട്ട് ഉണ്ടാക്കണം. ഇത് നമ്മൾ പീസറോ വൈപ്പ് ചെയ്തിട്ട് മൊത്തം ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇതുപോലത്തെ ഒരു പീസറുടെ ഷീറ്റാണ്. അതായത് നമ്മൾ പീസറുടെ വൈപ്പ് സെൻറ്ററായിട്ട് മുറിച്ചിട്ട് നമ്മളത് ചൂടാക്കി ഇങ്ങനത്തെ ഒരു ഷീറ്റാക്കി എടുത്തതായിട്ടത്. എന്നിട്ട് ആ ഷീറ്റിൽ നിന്ന് നമ്മൾ വേറൊരു 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാം. 2 ഇങ്ങനെ ഒന്ന് വളച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ 2 പീസ് നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ നമ്മൾ ആക്കിയെടുക്കാം. കണ്ട, ഇപ്പോൾ ഒട്ടിച്ച് നമ്മളൊരു ബോക്സ് പോലെ ആക്കിയെടുത്താണ് കേട്ടോ. കണ്ട, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആ ഷീറ്റില്ലേ, ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇതേ സാധനം ഇതിങ്ങനെ ഒന്ന് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മളത് ഒട്ടിച്ചെടുത്തിട്ട് കേട്ടോ. കണ്ട, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ മോട്ടർ എടുത്തിട്ടുണ്ട്, വലിയ മോട്ടർ. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ചക്കും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ്റെ ഇല്ലേ, ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ചക്കാട്ടത് എടുത്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലെങ്കിൽ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സംഭവം ഇങ്ങനെ ഊരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു കമ്പി കട്ട് ചെയ്യണ ബ്ലേഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ഈ സാധനം വെച്ച് തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ സ്പാനറൊക്കെ വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബോക്സില്ലേ, ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ ബ്ലേഡ് ഇങ്ങനെ കയറിക്കാൻ വേണ്ടി ഇവിടെ ഇല്ലേ, ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, ഇങ്ങനെ ഒരു വര പോലെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 4 നീളത്തിലുള്ള ഈ PVC ഷീറ്റിൽ നിന്ന് മുറിച്ചെടുത്താണ് പീസുകളായിട്ടത്. അത് 4 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. കേട്ടോ, ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ചെറിയൊരു PVC ഷീറ്റിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നീളമുള്ള പീസ് എടുത്തിട്ട് ആ പീസിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അത് കണ്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഈ സംഭവം എടുത്തിട്ട് നമ്മൾ നേരത്തെ ഈ ബോക്സില്ലേ, ഈ ബോക്സിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഈ അടിയിലത്തെ സാധനം കണ്ട, ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. കണ്ട, ഈ സാധനം വെച്ചിട്ടാട്ടോ നമ്മൾ അളവിന് മുറിച്ചെടുക്കണേ. ഈ സംഭവം അങ്ങോട്ട് നീക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ മോട്ടറില്ലേ, ആ മോട്ടർ എടുത്ത് ഇതിങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ബ്ലേഡ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കണം കേട്ടോ. സൈഡിലൊന്നും തട്ടാൻ പാടില്ല, കറക്റ്റ് രീതിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് കേട്ടോ. കണ്ട, എന്നിട്ട് അഡാപ്റ്റർ എടുക്കാം. അഡാപ്റ്ററിൻ്റെ ഈ 2 വയർ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടുണ്ട് കേട്ടോ, ഈ ബോക്സിൻ്റെ. ആ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആ 2 വയർ ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് നമ്മൾ നേരെ ആ മോട്ടറിൻ്റെ 2 ഇതിനകത്തേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈ സാധനം ഇങ്ങോട്ട് നീക്കി നമുക്ക് കറക്റ്റ് അളവിനെ ഇങ്ങനെ മുറിച്ചെടുക്കാട്ടത്. അതുകഴിഞ്ഞിട്ട് നമ്മുടെ അഡാപ്റ്ററിൻ്റെ മറ്റേ വയർ നമ്മൾ നേരെ കരണ്ടി കൊടുക്കാം. നമ്മൾ ഈ സംഭവം ഒരു സ്ഥലത്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സാധനം ഇല്ലേ, ഈ നീക്കണ സാധനം അത് കുറച്ച് ലൂസായിട്ട്, അതുകൊണ്ട് നമ്മൾ റബ്ബർ ബാൻഡിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, ചെയ്യണ്ട, ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ അപ്പുറത്തേക്ക് ഇടാം, അടികൂടെ എടുത്തിട്ട്. അതിൻ്റെ നമ്മളിപ്പോൾ ആദ്യം മുറിച്ച് നോക്കണം ഇതുപോലത്തെ ഒരു PVC ഷീറ്റ് തന്നെ കേട്ടോ. ചെറിയ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുറിച്ച് നോക്കാം. ഫോണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ സാധനം ഒന്ന് ഇങ്ങനെ പതുക്കെ നീക്കി കൊടുക്കാം. ഇപ്പോൾ സംഭവം അടിപൊളിയായിട്ട് ഇതിനെ മുറിയുണ്ട് കേട്ടോ. കണ്ടോ, ഈ കണ്ട സംഭവം അടിപൊളിയായിട്ട് തന്നെ മുറിയുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മുറി കേട്ടോ. ഇത് വെച്ച് മുറിക്കുമേ. ഇനി നമുക്ക് കുറച്ച് വലിയ പീസ് ഒന്ന് മുറിച്ച് നോക്കാം. ഇതുപോലത്തെ ഒരു വലിയ പീസ് ഇങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നൈസാണ് സംഭവം, അടിപൊളിയായിട്ട് തന്നെ കട്ടാവുണ്ട് കേട്ടോ. നൈസാണ് സംഭവം, പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ചെയ്യണ്ട, കട്ട് ചെയ്യണണ്ട. നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റിട്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പ് ഒന്ന് മുറിച്ച് നോക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ട് സംഭവം ഒന്ന് ഓണാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ സംഭവം ഇടയിലിട്ട് തന്നെ കട്ടാൻ വേണ്ടിട്ടാ. സംഭവം ഇടയിലിട്ട് തന്നെ കട്ടായുണ്ട് കേട്ടാ. ഇനി നമുക്ക് കുറച്ച് കട്ടിയുള്ള സാധനം നോക്കാം. ഇതിപ്പോൾ ജിയുടെ ഷീറ്റായിട്ടത്. ആ ഷീറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. ഈ സംഭവം കട്ടാവുണ്ട് കേട്ടോ. റൈസ് കണ്ട സംഭവം അടിയിലോട്ട് തന്നെ കട്ട് ചെയ്യാണ്ട് ഇത്തിരി സമയം പിടിക്കുന്നുള്ളൂ ഇത് കട്ട് ചെയ്യാൻ. എന്നാലും സംഭവം അടിയിലോട്ട് തന്നെ കട്ടാൻ വേണ്ടിട്ടാ. നല്ല നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കട്ടാവിട്ടത്. നമുക്ക് ഇത് വേണമെങ്കിൽ ഈ ശരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ സംഭവം ഒന്ന് ചെരിച്ച് വെച്ചാൽ ഇപ്പം ഏത് ആംഗിളിൽ നമുക്കിങ്ങനെ മുറിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഇത് നേരത്തെ ചെയ്ത പോലെ ചെയ്തായിട്ടാ. ഇങ്ങനെ നേരെ മുമ്പിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഫേസ് കണ്ട സംഭവം ചെറുതായിട്ട് ഇവിടെ ചിരിഞ്ഞിരിക്കണണ്ട. അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.